2015 റിലീസ് ചെയ്ത ഒരു ജാപ്പനീസ് സർവൈവൽ സോംബി മൂവിയാണ് ഐ ആം എ ഹീറോ. ജപ്പാൻ നാട്ടിൽ പടർന്നു പിടിക്കുന്ന സോംബി വൈറസ് മിനിറ്റുകൾ കൊണ്ട് ഒരു രാജ്യം മുഴുവൻ തകർന്നടിയുകയാണ്. സോംബി വൈറസ് പടർന്നു പിടിച്ചാലുള്ള അവസ്ഥ പറയണ്ടല്ലോ അല്ലേ. നിലത്തേക്കൊന്ന് കാലുകുത്താൻ പറ്റാത്ത അവസ്ഥയാണ്. അതിൽ പെട്ടുപോകുന്ന നമ്മുടെ പഞ്ചപാവ നായകനും. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത്. അവന്റെ പേര് സുസുക്കി. ആളൊരു മാങ്ക ആർട്ടിസ്റ്റ് ആണ്. എന്ന് വെച്ചാ ഈ കോമിക് സ്റ്റോറികളൊക്കെ വരയ്ക്കില്ലേ, അത് തന്നെ. ഇപ്പോ സുസുക്കിയും അവന്റെ 3-4 കൂട്ടുകാരും കൂടി ചേർന്ന് പുതിയ കോമിക് സ്റ്റോറിക്ക് വേണ്ടിയുള്ള ചിത്രങ്ങളൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിൽ നിന്നും അവർക്ക് വലിയ വരുമാനമൊന്നുമില്ല കേട്ടോ. കിട്ടുന്ന ശമ്പളം ഒന്നിനും തികയത്തുകൂടിയില്ല. ഇപ്പൊ തന്നെ ഈ വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ ഏതെങ്കിലും ഒരു കമ്പനിക്ക് വിറ്റാലേ എന്തെങ്കിലുമൊക്കെ കിട്ടൂ. അത് കാരണം സകല എണ്ണവും ശ്വാസം പോലും വിടാതുള്ള വരയിലാണ്. അവരിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ടിവിയിലായിട്ട് ഒരു ന്യൂസും കൂടി കേൾക്കുന്നുണ്ടായിരുന്നു. ന്യൂസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് വൈകുന്നേരം ഹിരോഷിമ സിറ്റിയിലെ റോഡിൽ വെച്ച് 45 വയസ്സ് പ്രായമായ ഒരു സ്ത്രീക്ക് പട്ടിയുടെ കടിയേറ്റു. കടിയേറ്റ വ്യക്തിക്ക് ഗുരുതരമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. എന്നാൽ വേഗം തന്നെ ആ വാർത്ത തിരുത്തി വായിക്കുന്നു. സോറി, പറഞ്ഞ വാർത്തയിൽ ഒരു തെറ്റുണ്ട്. പട്ടി സ്ത്രീയെ കടിച്ചുവെന്നല്ല, പട്ടിക്കാണ് ആ സ്ത്രീയിൽ നിന്ന് കടിയേറ്റത്. പട്ടിയുടെ നില ഗുരുതരമാണെന്നാണ് അറിയാൻ കഴിഞ്ഞതും. ഈ വാർത്ത കേട്ടതും അവിടെ ഇരുന്നവരൊക്കെ ഒന്ന് അത്ഭുതപ്പെട്ടു. ഈ വാർത്ത കേട്ടിട്ട് എന്തോ ഒരു വശപ്പിശക്ക് തോന്നില്ലേ. രാവിലെ മുതൽ സകല കാര്യങ്ങളും തലതിരിഞ്ഞാ നടക്കുന്നത്. ഇനി പിന്നെ ഇതായിട്ട് എന്തിനാ കുറയ്ക്കുന്നത്. അങ്ങനെ അന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞതും സുസുക്കി തിരികെ തന്റെ ഫ്ളാറ്റിലേക്ക് പോകുന്നു. സോറി, അവന്റെ ഫ്ളാറ്റല്ല കേട്ടോ, അവന്റെ കാമുകിയുടെ ഫ്ളാറ്റിലാണ് താമസിക്കുന്നത്. അവന് സ്വന്തമായിട്ടൊരു വീട് കൂടിയില്ല. ദേ ഇപ്പൊ ഇരുന്ന് കഴിക്കുന്ന നൂഡിൽസ് കണ്ടോ, അതുപോലും അവന്റെ കാമുകിയുടെ പൈസക്കാണ്. അത്രയ്ക്കും ഗതികേടിലാണ് ഈ നമ്മുടെ പാവ സുസുക്കി. ഈ ജീവിതത്തില് അവൻ ആകെ കിട്ടിയ ഒരു സമ്മാനം എന്താണെന്ന് വെച്ചാൽ, 15 വർഷങ്ങൾക്ക് മുന്നേ ഒരു സ്കൂൾ കോമ്പറ്റീഷനിൽ പങ്കെടുത്തപ്പോൾ അത് ജയിച്ചതിന് ഒരു പ്രൈസ് കിട്ടിയിരുന്നു. അതും ഷൂട്ടിംഗ് ഗെയിം ആണേ. മാത്രമല്ല അന്നൊരു തോക്കും സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട്. ദിവസേന രാവിലെ ഇത് രണ്ടും എടുത്ത് ഇങ്ങനെ നോക്കലാണ് അവന്റെ മെയിൻ പണി. അപ്പോ എന്തോ വല്ലാത്തൊരു മോട്ടിവേഷൻ അങ്ങ് കിട്ടും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ തോക്കൊന്നെടുത്ത് വിറ്റിട്ട് കുറച്ച് പൈസയെങ്കിലും കൊണ്ടുത്താ, ഈ മാസത്തെ വാടകയെങ്കിലും അടയ്ക്കാം. നീ വിഷമിക്കാതെ, അടുത്ത മാസം തന്നെ എന്റെ കഥ പുറത്തിറങ്ങും. അതോടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും, ഉറപ്പ്. പക്ഷേ അവൻ പറഞ്ഞത് അവളൊന്ന് മൈൻഡ് കൂടി ചെയ്തില്ല. കാരണം ഡെയിലി ഇത് തന്നെയാണ് കേൾക്കുന്നത്. അങ്ങനെ അന്ന് രാവിലെ തന്നെ സുസുക്കി താൻ വരച്ച കഥകളുമായിട്ട് ഒരു കമ്പനിയിലേക്ക് ചെല്ലുന്നു. ഇതൊരു ആക്ഷൻ കഥയാണല്ലോ സുസുക്കി. കഴിഞ്ഞ പ്രാവശ്യമായിരുന്നെങ്കിൽ ഒരു സയൻസ് ഫിക്ഷൻ ആയിരുന്നു. പിന്നെയാണെങ്കിൽ നീ എഴുതുന്ന എല്ലാ കഥയിലെ നായകന്മാർ വെറും സാധാരണക്കാരാ. ഇതൊന്നും ജനങ്ങൾക്ക് ഇഷ്ടാവില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോ വല്ല ലവ് സ്റ്റോറി എഴുതാൻ നോക്ക്. അതും പറഞ്ഞ് അങ്ങേര് നിഷ്കരണം ആ കഥ അങ്ങ് തള്ളിക്കളയുന്നു. മാസങ്ങളുടെ കഷ്ടപ്പാടാണേ. എന്നാൽ സുസുക്കി ആണെങ്കിൽ ഈ കാര്യം വന്ന് തന്റെ കാമുകിയോട് പറഞ്ഞപ്പോഴോ അവിടെ അതിലും വലിയ പുകില്. അവൾ അവന്റെ സകല സാധനങ്ങൾ എടുത്ത് പുറത്തെറിയുന്നു. പ്ലീസ് ടേക്കോ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. അടുത്ത പ്രാവശ്യം ഇതിന് നന്നായിട്ട് ഞാൻ ശ്രമിക്കാം. പ്ലീസ് ഒന്ന് സമാധാനപ്പെടുന്നീ. എന്നാൽ അവളാണെങ്കിൽ അതൊന്നും കേൾക്കാതെ അവന്റെ സകല സാധനങ്ങളും ഭ്രാന്ത് പിടിച്ചതുപോലെ എടുത്ത് പുറത്തെറിയുകയാണ്. ഇനി എത്ര നാൾ ഞാൻ കാത്തിരിക്കണം എന്നാ നിങ്ങൾ പറയുന്നത്? 10 വർഷമോ അതോ 30 വർഷമോ? എത്ര വർഷം എടുത്താലും നിന്നെ കൊണ്ടൊന്നും ഒരിക്കലും ഒന്നും നേടാൻ കഴിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. ഇനിയും നിന്റെ ചെലവ് നോക്കാനൊന്നും എനിക്ക് പറ്റില്ല. നിന്റെ ഒപ്പം ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതും പറഞ്ഞ് ഒരു ദയയുമില്ലാതെ അവൾ അവനെ ഫ്ളാറ്റിൽ നിന്ന് പുറത്താക്കി കഥ കടച്ചു. അവളോട് തിരികെ പറയാനാണെങ്കിൽ അവന്റെ കയ്യിൽ ഒരു മറുപടി കൂടി ഉണ്ടായിരുന്നില്ല. വേറെ വഴിയില്ലാതെ അവൻ തന്റെ സകല സാധനങ്ങളും പറക്കിക്കൊണ്ട് ഫ്ളാറ്റിന്റെ താഴെ തന്നെയുള്ള ഒരു പാർക്കിലായിട്ട് വന്നിരിക്കുന്നു. ഇനി എങ്ങോട്ട് പോകാനാ? ആകെയുള്ള കിടപ്പാടം പോയില്ലേ. ഈ സമയം തന്നെ അവന് കുറച്ചപ്പുറം മാറി മറ്റൊരു ബെഞ്ചിലായിട്ട് ഒരാളിരിപ്പുണ്ട്. പക്ഷേ അയാളുടെ പെരുമാറ്റം എന്തോ ശരിയല്ല. എങ്കിലും അവനത് വലിയ ശ്രദ്ധ കൊടുക്കാനൊന്നും പോയില്ല. അങ്ങനെ പിറ്റേന്നായത് സുസുക്കി പതിവ് പോലെ തന്റെ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ ഇത്തവണ വ്യത്യസ്തമായ ഒരു വാർത്തയായിരുന്നു ഒരു ടിവിയിൽ കൂടി കേട്ടതും. രാജ്യത്ത് പുതിയൊരു തരം അസുഖം പടർന്നു പിടിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ മാത്രം 4 പേരാണ് ഈ അസുഖം മൂലം മരണപ്പെട്ടത്. ഏതെങ്കിലും പുതിയൊരു തരം അണുബാധയാകാമെന്നാണ് നിഗമനം. ഈ വാർത്ത കേട്ടുകൊണ്ടിരുന്ന ആ ഓഫീസിലെ ഒരു പെണ്ണിനെ തീരെ വയ്യാത്തതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കെന്തോ വല്ലായ്മ പോലെ, ഞാൻ കുറച്ചു നേരം ഒന്ന് കിടന്നിട്ട് വരാം. അതും പറഞ്ഞ് ആ പെണ്ണ് അവിടെ എഴുന്നേറ്റ് പോയി. ഇവൾക്ക് ഇതെന്ത് പറ്റി പെട്ടെന്ന് വയ്യാതാവാൻ? ആർക്കറിയാം. ഇന്നലെ രാത്രി അവളുടെ ബോയ്ഫ്രണ്ടുമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായെന്ന് തോന്നുന്നു. അവളുടെ കഴുത്തിലായിട്ട് ഒരു കടിച്ച പാട് ഞാൻ കണ്ടതാ. ചിലപ്പോ അതിന്റെ വല്ല ഇൻഫെക്ഷനും ആയിരിക്കും. അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ മാനേജർ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അയാളുടെ കഴുത്തിലായിട്ടും ചെറിയൊരു ബാൻഡേജ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അയാളുടെ കണ്ണു കാണാൻ തന്നെ എന്തോ ഒരു വല്ലാത്ത പോലെ. അങ്ങനെ രാത്രിയായി. പോകാൻ വേറെ സ്ഥലമൊന്നുമില്ലാത്തത് കൊണ്ട് സുസുക്കി ഓഫീസിൽ തന്നെയാണ് കിടന്നുറങ്ങിയത്. അപ്പോഴാണ് അവന്റെ ഫോണിലേക്ക് അവന്റെ കാമുകി വിളിക്കുന്നത്. അത് കണ്ടതേ അവൻ ഫോണുമായിട്ട് സന്തോഷത്തോടെ നേരെ ബാൽക്കണിയിൽ കൂടുന്നു. എന്നാൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അസാധാരണമായിട്ട് ആകാശത്തുകൂടി ഒരുപാട് ആർമിയുടെ ഹെലികോപ്റ്ററുകൾ പോകുന്നു. മാത്രമല്ല അവന്റെ കാമുകിയുടെ ശബ്ദം എന്തോ വല്ലാത്ത പോലെ. നിന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നത്? പനിയാണോ? സോറി സുസുക്കി, ഞാൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി. എനിക്ക് നീ അല്ലാതെ വേറെ ആരുമില്ല. അതുകൊണ്ട് പ്ലീസ് എന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരണം. ആ
ഒരു വാക്ക് കേൾക്കാൻ കാത്തിരുന്നത് പോലെയാണ് ഒരുത്തൻ നേരം വെളുത്തതേ സകല പാണ്ടകെട്ടുകളും കൂടി എടുത്തുകൊണ്ട് തിരികെ ഫ്ളാറ്റിലേക്ക് ചെല്ലുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോഴേക്കും ഡോർ അകത്ത് നിന്ന് പൂട്ടിയിരിക്കുകയാണ്. കഥകൾ തട്ടി വിളിച്ചു നോക്കിയിട്ട് ഒരു റെസ്പോണ്ടും ഇല്ല. ഇവളെന്താ വാതിൽ തുറക്കാത്തെ? അതും ചിന്തിച്ചുകൊണ്ട് അവൻ വാതിലിന് താഴെയുള്ള ചെറിയൊരു വിടവിൽ കൂടി അകത്തേക്ക് നോക്കുന്നു. അപ്പോ അവൾ അകത്ത് ബെഡിൽ കിടപ്പുണ്ട്. ടൈക്കോ, ഈ വാതിലൊന്നും തുറന്നേ, എനിക്ക് പിണക്കൊന്നുമില്ല കേട്ടോ. അവന്റെ ആ ശബ്ദം കേട്ടതും അവള് ബെഡിൽ നിന്നും ഒരുമാതിരി എഴുന്നേറ്റുകൊണ്ട് ഉരുണ്ട് പറഞ്ഞ് താഴെ അങ്ങ് വീണു. എന്നിട്ട് തറയിൽ കിടന്ന് പെടപ്പോട് പെടപ്പ്. ടൈക്കോ, നിനക്കെന്താ പറ്റിയത്? സുഖമില്ലേ? വേഗം വന്ന് ഈ വാതിലൊന്നും തുറന്നേ. അവന്റെ ആ ശബ്ദം അങ്ങോട്ട് കേട്ടതും അവൾ ഒരുമാതിരി 4 കാലിലൊക്കെ വളഞ്ഞു പൊളഞ്ഞു തിരിഞ്ഞുമൊക്കെ എങ്ങനെയൊക്കെയോ നടന്ന് വാതിലിന്റെ അടുത്തേക്ക് വരുന്നു. ശേഷം ഒരൊറ്റ തള്ളിന് വാതിൽ തുറന്നുകൊണ്ട് സുസുക്കിയുടെ മണ്ടയിലേക്ക് ചാടിയൊരു വീഴ്ചയായിരുന്നു. അവളുടെ മുഖം കണ്ടതും അവൻ ശരിക്കും ഞെട്ടിപ്പോയി. ഒരുമാതിരി സോംബിയെ പോലെ. അവളാണെങ്കിൽ അവനെ കണ്ടത് എങ്ങനെയെങ്കിലും കടിച്ചു പറിക്കാനുള്ള ശ്രമത്തിലാണ്. അവൻ ഒരു വിധത്തിൽ അതിനെ എങ്ങനെയൊക്കെയോ പിടിച്ച് തള്ളിയിട്ട് മുറിയിലേക്ക് കയറ്റുന്നു. പക്ഷേ വാതിലടയ്ക്കാൻ പറ്റണ്ടേ? അതവന്റെ കയ്യിലേക്ക് കടിക്കാനായിട്ട് പോയതും കടി കൊണ്ടതാണെങ്കിൽ വാതിലിലും. അതോടെ അവളുടെ പല്ല് 32 കുഴിഞ്ഞ് താഴെ വീണുപോയി. എന്നിട്ടും അടങ്ങാതെ അവനെ പിടിച്ച് അകത്തേക്ക് കയറ്റി വാതിലും അടച്ചു. പാവം ചെറുക്കനെ അതിനകത്തിട്ട് പെടാപ്പാട് എടുത്തു വേണം സോംബി. ഒരു ഘട്ടത്തില് അവന്റെ കൈ പിടിച്ചെടുത്ത് വെച്ച് ആഞ്ഞൊരു കടി അങ്ങ് കൊടുത്തു. പക്ഷേ കാരണവന്മാര് ചെയ്ത എന്തോ ഒരു സുഹൃതം. നേരത്തെ വാതിലിൽ കടിച്ചത് കാരണം അവളുടെ 32 പല്ലും കൊഴിഞ്ഞു പോയില്ലേ? അതുകൊണ്ട് അവന് കടി കിട്ടിയില്ല. അവൻ വേഗത്തിൽ അവളെ പിടിച്ചെടുത്ത് ഒരു ഒറ്റ തള്ളങ്ങ് കൊടുത്തതും ചെന്ന് വീണതാണെങ്കിൽ 15 വർഷങ്ങൾക്ക് മുന്നേ അവന് സ്കൂളിൽ നിന്നും ഒരു ട്രോഫി കിട്ടിയില്ലേ? തറയിൽ കുത്തി നിന്നിരുന്ന ആ ട്രോഫിയുടെ മണ്ടയിലേക്കായിരുന്നു. അത് തലയിലേക്ക് കുത്തിക്കേറി ആ സോംബി അവിടെ ടീം. ഒരു നിമിഷം അവനൊന്ന് സ്റ്റക്കായി പോയെങ്കിലും പിന്നീട് അവൻ ഒരു നിമിഷം പോലും ആ വീട്ടിൽ നിന്നില്ല. ബാഗ് സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ട് വന്നതിനേക്കാൾ സ്പീഡിൽ പുറത്തേക്ക് ഒരു ഓട്ടമായിരുന്നു. കൊലപാതകമല്ലേ നടത്തിയിരിക്കുന്നത്? ജയിലിൽ കിടക്കേണ്ട കേസാണ്. ആ ഒരു ടെൻഷനില് അവൻ നടന്ന ഒരു പാലത്തിനടുത്തേക്ക് എത്തിയതും അപ്പോതേ കയ്യിൽ എന്തോ മുറിവ് പറ്റി ചോരയൊക്കെ ഒലിപ്പിച്ചുകൊണ്ട് ഒരു പെണ്ണ് അതുവഴി നടന്നു പോകുന്നു. മാത്രമല്ല ആകാശം നിറയെ പാസഞ്ചർ പ്ലെയിനുകളും ഹെലികോപ്റ്ററും ഒക്കെ ചറപ്പറന്ന് പറന്നു പോവുകയാണ്. അവനൊന്നും മനസ്സിലായില്ല. അവൻ വേഗം തന്നെ തന്റെ ഓഫീസിലേക്ക് ചെല്ലുന്നു. എന്നാൽ അകത്തേക്ക് കയറിയതും അവൻ കാണുന്നതാണെങ്കിൽ നിറയെ ചോര പുരണ്ട ഒരു ബേസ്ബോൾ ബാറ്റും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന തന്റെ ഫ്രണ്ടിനെയും. നീ എന്താണ് മീഴ്ച നോക്കുന്നത്? അകത്തേക്ക് വാ. അയാളത് പറഞ്ഞതും പെട്ടെന്നാണ് അവരുടെ മാനേജർ ഇല്ലേ അങ്ങേര് ഒരുമാതിരി സോംബിയെ പോലെ നടന്ന് അവിടേക്ക് വരുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല. ആ ബാറ്റ് വെച്ച് അങ്ങേരുടെ തലമണ്ട പൊളക്കിറണവും കൊടുത്തു. അതോടെ ആ സോംബിയുടെ കാറ്റും പോയി. ഇത് അമേരിക്ക പോലെ ആയിരുന്നിരിക്കണമായിരുന്നു. സകലതിനെ ഞാൻ ഒറ്റ വെടിക്ക് കൊന്നേനെ. നാ, നീ ഈ ബാറ്റ് പിടിച്ചോ. ആരെങ്കിലും കടിക്കാൻ വന്നാലേ ഒന്നും നോക്കണ്ട, മണ്ട പൊളക്കുന്ന പോലെ ഒരെണ്ണം കൊടുത്താൽ മതി. ഇവിടെ എന്തൊക്കെയാ ശരിക്കും നടക്കുന്നത്? അതെനിക്കെങ്ങനെ അറിയാനാടാ പൊട്ടാ? ഞാൻ വല്ല ദൈവമാണോ? എന്ത് കുന്തമാണെങ്കിലും ഇങ്ങേർക്കിട്ട് 2 കൊടുത്തപ്പോൾ എന്തൊരു ആശ്വാസം. പിന്നെ നിനക്ക് കടിയൊന്നും കിട്ടിയില്ലല്ലോ? കടി കിട്ടിയ പ്രശ്നമാണോ? വാർത്തയെ പറഞ്ഞത് നീ കേട്ടില്ലേ? കടി കിട്ടിയാല് നമ്മുടെ ബ്ലഡിൽ കൂടി ഇൻഫെക്ഷൻ വരുമെന്നാ പറയുന്നത്. രാജ്യം മൊത്തം പണി കിട്ടിക്കൊണ്ടിരിക്കുക. അത് കേട്ടതേ സുസുക്കി പേടിച്ച് തന്റെ കയ്യിലൊന്ന് നോക്കുന്നു. നേരത്തെ അവന്റെ കാമുകി ഒന്ന് കടിച്ചതാണല്ലോ. ഭാഗ്യത്തിന് മുറിഞ്ഞിട്ടൊന്നുമില്ല. മോണയുടെ ചെറിയൊരു പാട് അത്രയുള്ളൂ. എന്നാൽ പെട്ടെന്നാണ് അവിടെ നിന്ന് അയാൾക്കും എന്തൊക്കെയോ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത്. കാര്യം വേറൊന്നുമല്ല, അങ്ങേരുടെ കാലിനിട്ടും കിട്ടിയിട്ടുണ്ട് ഒരു കടി. തന്റെ മാറ്റം മനസ്സിലായതും അയാൾ ഓടിച്ചെന്ന് ഒരു കത്തി കയ്യിലേക്ക് എടുക്കുന്നു. എനിക്ക് എന്തായാലും ഇവന്മാരെ പോലൊന്നും ചാവാൻ വയ്യ. അതും പറഞ്ഞ് അയാള് സ്വയം തന്റെ കഴുത്ത് മുറിച്ച് അവിടെ വെച്ച് തന്നെ മരിക്കുവാണ്. ഇത് കണ്ട നമ്മുടെ സുസുക്കി ആണെങ്കിൽ പേടിച്ച് നിലവിളിച്ചുകൊണ്ട് ഓടാൻ നിന്നപ്പോഴാണ് ആ ഓഫീസിൽ തന്നെയുള്ള മറ്റൊരു പെണ്ണ് സോംബിയായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അതുകൂടി കണ്ടതും അവൻ ജീവനം കൊണ്ട് ഇറങ്ങി ഓടിക്കളഞ്ഞു. എന്നാ അവിടെ നോടി വെളിയിലേക്ക് വന്നപ്പോഴോ അതിലും വലിയ കുരുവായിരുന്നു പുറത്ത്. അവൻ നോക്കുമ്പോൾ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുവാണ്. ചിലരാണെങ്കിൽ വഴിയിൽ കൂടി പോകുന്ന ആൾക്കാരെ വെറുതെ ഓടിച്ചിട്ട് കടിക്കുന്നു. കുറെ ആൾക്കാർക്കാണെങ്കിൽ ഇതുവരെ കാര്യങ്ങളൊന്നും കൊണ്ട് മനസ്സിലായിട്ടില്ല. ഇനി നിന്നാ തനിക്ക് കടി കിട്ടുമെന്ന് മനസ്സിലായതും സുസുക്കി ജീവനം കൊണ്ട് കിടന്ന് ഓടുവാണ്. അപ്പോതേ മണ്ടയിൽ നിന്ന് ഓരോന്നൊക്കെ വന്ന് താഴേക്ക് വീഴുന്നു. അവൻ അവിടെ നിന്നൊക്കെ ഓടി ഓടി കുറച്ചു ദൂരം ചെന്നപ്പോഴോ ദേ ഒരു പടയ്ക്കുള്ള ആൾക്കാർ അവനെതിരെ ഓടി വരുവാണ്. അവൻ അവിടുന്ന് ഓടി. ഓട്ടം തന്നെ ഓട്ടം. അത്രയും വേഗത്തിലായിരുന്നു ഈ സോംബി വൈറസ് പടർന്നുകൊണ്ടിരുന്നതും. കാണുന്ന ജനങ്ങൾ മുഴുവനും ഈ സോംബീസ് ഓടിച്ചിട്ട് കടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സുസുക്കി ഓടി ഓടി ചെല്ലുന്നത് ഒരു ടാക്സിക്കാരന്റെ അടുത്തേക്കായിരുന്നു. എന്നാൽ ആ ടാക്സിക്കാരനാണെങ്കിൽ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയാതെ സുഖം ഉറക്കം. ചേട്ടാ, വേഗം ഈ ഡോറൊന്ന് തുറന്നേ, വേഗം. ഈ സമയത്ത് തന്നെയാണ് സ്കൂൾ യൂണിഫോം ഇട്ടൊരു പെൺകുട്ടി അതേ കാറിന്റെ അടുത്തേക്ക് ഓടി വരുന്നത്. അവൻ നോക്കുമ്പോൾ ഇവര് രണ്ടുപേരെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു സോംബി ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. ഇനിയും അങ്ങനെ പേടിച്ചിരുന്നാ പറ്റില്ലല്ലോ. ഒരു ഹീറോ ആവേണ്ട സമയം കഴിഞ്ഞു. അവൻ വേഗം തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് അതിൽ ബുള്ളറ്റ് നിറച്ചുകൊണ്ട് സോംബിയെ നോക്കി എയിം ചെയ്തു. പക്ഷേ അതൊക്കെ അവന്റെ മനസ്സിന്റെ വെറും ആഗ്രഹങ്ങൾ മാത്രമായിരുന്നു കേട്ടോ. സ്വപ്നവും കണ്ടുകൊണ്ടിരുന്ന എപ്പ കടി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. എന്നാൽ അപ്പോഴാണ് അവര് പിടിച്ച ആ ടാക്സി കാറിലേക്ക് മറ്റൊരാൾ ഓടി വന്ന് കയറുന്നത്. അത് കണ്ടതേ സുസുക്കിയും ആ പെൺകുട്ടിയും കൂടി വേഗം ചെന്ന് ആ കാറിനുള്ളിലേക്ക് കയറി. അപ്പോഴേക്കും അവർ നിന്നിരുന്ന ആ സ്ഥലം മുഴുവനും സോംബികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. മിനിറ്റുകൾ കൊണ്ടാണ് ഒരു പ്രശ്നവുമില്ലാതിരുന്ന ഈ സ്ഥലം ഒരു യുദ്ധക്കളമായി മാറിയത്. അങ്ങനെ ഇപ്പൊ എല്ലാവരും കൂടി ആ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ കൂടാതെ ഒരാൾ ആ കാറിലേക്ക് ഓടി വന്ന് കയറിയില്ലായിരുന്നോ? സുസുക്കി നോക്കുമ്പോൾ അയാൾ
അയാൾക്കും എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നു. കയ്യിലെ മുഖത്തെ ഞരമ്പൊക്കെ തെളിഞ്ഞു വന്ന് കണ്ണൊക്കെ മാറി വല്ലാത്തൊരു മാറ്റം. കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങേരുടെ കൈക്കിട്ട് സോംബി കടിച്ചിരുന്നു. നിമിഷ നേരം കൊണ്ടാണ് അയാളുടെ സോംബിയായി മാറിയത്. ഡോ ടാക്സിക്കാരാ, താനൊരു ടിഷ്യൂ തന്നെ, എന്റെ കണ്ണിൽ കൂടി എന്തോ ഒഴുകുന്നു. അങ്ങേര് പറഞ്ഞത് കേട്ടതും ആ ടാക്സിക്കാരൻ ടിഷ്യൂ ബോക്സ് എടുത്ത് പിറകിലേക്ക് നീട്ടിയതേ ഓർമ്മയുള്ളൂ. ആ കൈ പിടിച്ചൊരൊറ്റ കടിയായിരുന്നു സോംബി. എനിക്ക് ഇറച്ചി വേണം, ഇറച്ചി, എനിക്ക് ഇറച്ചി താടാ. അതും പറഞ്ഞ് സുസുക്കിയെ കടിക്കാൻ വേണ്ടി അവന്റെ മണ്ടക്കെടുത്ത് ചാടുവാണ്. പാവത്തിന് എവിടെ ചെന്നാലും പ്രശ്നമാണേ. ഇത് കണ്ട ആ ഡ്രൈവർ ആണെങ്കിൽ വേഗം ടാക്സിയുടെ പിറകിലെ ഡോർ അങ്ങോട്ട് തുറന്നതും അതുവഴി ആ സോംബി ഉരുണ്ടങ്ങ് റോഡിലേക്ക് വീണു. പക്ഷേ നമ്മുടെ സുസുക്കിയുടെ കാലിലിങ്ങനെ പിടിച്ചേക്കുവാണ്. അത് കാരണം അവനും ആ സോംബിയുടെ കൂടെ എപ്പോ വേണമെങ്കിലും റോഡിലേക്ക് വീഴാവുന്ന അവസ്ഥയിലായി. ഇത് കണ്ട ആ പെൺകുട്ടിയാണെങ്കിൽ വേഗം വിൻഡോ വഴി പുറത്തേക്ക് നിന്നുകൊണ്ട് ഡോറ് പിടിച്ച് സോംബിയുടെ തലക്കിട്ട് പടപടാന്ന് അടിക്കാൻ തുടങ്ങി. എന്നിട്ടും പണ്ടാരം വിടണ്ടേ. അവസാനം സുസുക്കി ആ സോംബിയെ നോക്കി ഒരൊറ്റ ചവിട്ടിയതും അത് അവന്റെ പിടിവിട്ടിട്ട് ഉരുണ്ട് ചെന്ന് പിറകിൽ വന്ന ട്രക്കിന്റെ കീഴിലേക്കാണ് കയറി കൊടുത്തത്. ഹോ, ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. ആ സമാധാനത്തോടെ തിരികെ കാറിലേക്ക് കയറിയപ്പോഴോ നേരത്തെ ഡ്രൈവറിന് കടികിട്ടിയില്ലേ. അത് കാരണം അങ്ങേരെ ഇപ്പോൾ സോംബിയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. തലയ്ക്ക് വെളിവില്ലാതായതും വണ്ടി മാക്സിമം സ്പീഡിൽ ചവിട്ടി വിടുകയാണ് അങ്ങേര്. അതിന്റെ കൂടെ പിറകിലിരിക്കുന്ന അവർ രണ്ടുപേരെ പിടിക്കാനും നോക്കുന്നുണ്ട്. ഭാഗ്യത്തിന് അങ്ങേര് സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നത് കൊണ്ട് ഇവരെ പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ പോയാൽ ഈ വണ്ടി എപ്പോ വേണമെങ്കിലും ആക്സിഡന്റ് ആവാം. അത് മനസ്സിലായതും രണ്ടുപേരും വേഗം തങ്ങളുടെ സീറ്റ് ബെൽറ്റ് പിടിച്ചിരുന്നു. അതങ്ങോട്ട് ഇട്ടതേ അടുത്ത സെക്കൻഡിൽ തന്നെ കാറ് മറ്റൊരു വണ്ടിയുമായിട്ട് കൂട്ടിയിടിച്ച് തല കുത്തനെ ഉരുണ്ട് മറിഞ്ഞങ്ങ് റോഡിലേക്ക് വീണുപോയി. പിന്നീട് കുറെ സമയങ്ങൾക്ക് ശേഷമാണ് ഈ രണ്ടുപേർക്ക് ബോധം വരുന്നത്. സീറ്റ് ബെൽറ്റ് ഇട്ടത് കാരണം ഭാഗ്യത്തിന് രണ്ടുപേർക്ക് വലിയ പരിക്കൊന്നും പറ്റിയില്ല. രണ്ടുപേരും കൂടി ഒരു വിധത്തിൽ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നാ പുറത്തേക്ക് ഇറങ്ങിയതും കണ്ട കാഴ്ചയിൽ രണ്ട് ഞെട്ടിപ്പോയി. അവർ നോക്കുമ്പോൾ നൂറുകണക്കിന് കാറുകളാണ് ഇടിച്ച് പഞ്ചറായിട്ട് ആ റോഡിൽ കൂടി നേരെ ഇങ്ങനെ കിടക്കുന്നത്. നാട് മൊത്തം കുട്ടിച്ചോറായിട്ടുണ്ട്. ആ പെൺകുട്ടി വേഗം തന്റെ ഫോൺ എടുത്ത് അതിലേക്ക് വന്ന എമർജൻസി മെസ്സേജ് നോക്കുന്നു. അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാ ഈ വൈറസ് ബാധിച്ചാൽ ശരീരത്തിന്റെ പല മാറ്റങ്ങളും ഉണ്ടാവും. പക്ഷേ ഉയരമുള്ളതും തണുത്തതുമായ സ്ഥലങ്ങളിൽ ഈ വൈറസ് നിങ്ങളെ ബാധിക്കില്ല. പറ്റുമെങ്കിൽ എല്ലാവരും ഫുജി പർവ്വതത്തിലേക്ക് ചെല്ലുക. അവിടുത്തെ തണുപ്പ് വൈറസുകളെ നശിപ്പിച്ചു കളയും. ഓ, ഇനിയിപ്പോ അതിന്റെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറണോ? അതും പറഞ്ഞ് രണ്ടുപേരും കൂടി ആ പർവ്വതത്തിലേക്കാണ് നോക്കിയത്. അങ്ങ് ദൂരെ ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന ഒരു പർവ്വതം. ഇനി അവിടേക്ക് പോകാതെ ഒരു രക്ഷയില്ല. മാത്രമല്ല ഈ പെൺകുട്ടിയാണ് നമ്മുടെ ഈ മൂവിയിലെ നായിക. ഹിരോമി എന്നാണ് അവളുടെ പേര്. അങ്ങനെ രാത്രിയായി. ഹിരോമിയും സുസുക്കിയും കൂടി ഒരു വീടിന്റെ മുന്നിലിരുന്ന് ആഹാരം കഴിക്കുകയാണ്. ഇത് ശരിക്കുള്ള തോക്കാണോ? പിന്നെന്താ നേരം വെടിവെക്കാഞ്ഞത്? ഇതങ്ങനെ പബ്ലിക് പ്ലേസിൽ വെച്ച് പൊട്ടിക്കാനൊന്നും പറ്റില്ല. അതിന് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. അത് അന്നേരമല്ലേ. പക്ഷെ ഇനി പൊട്ടിക്കാലോ. അതിനിപ്പോ ഇവിടെ നമ്മളെ രണ്ടുപേര് മാത്രമല്ലേ ഉള്ളൂ. വല്ല സോംബിയും വരുവാണെങ്കിൽ നോക്കാം. അങ്ങനെ രണ്ടുപേരും കൂടി കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നിട്ട് എപ്പോഴോ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റ് സുസുക്കി നോക്കുമ്പോൾ കാണുന്നത് അവന്റെ തോളിൽ ചാരിക്കിടന്നുറങ്ങുന്ന ഹിരോമിയെയാണ്. എന്നാൽ അപ്പോഴാണ് അവളുടെ കഴുത്തിലുണ്ടായിരുന്ന കടി കൊണ്ട പാടവൻ കാണുന്നത്. ഞെട്ടിപ്പോയ അവൻ ചാടി എഴുന്നേറ്റ് തോക്കെടുത്ത് അവൾക്ക് നേരെ ചൂണ്ടി. നിന്റെ കഴുത്തിൽ അതെന്താ ഒരു കടി കൊണ്ട പാട്? സത്യം പറഞ്ഞോ? അതൊരു കൊച്ചുകുട്ടി കടിച്ചതാ. അടുത്ത വീട്ടിലുള്ള ഒരു കൊച്ച് 2 ദിവസം മുമ്പായിരുന്നു. എന്നിട്ട് ആ കൊച്ചോ? അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതെനിക്കറിയില്ല. ഒരു പക്ഷേ ഈ വൈറസ് മുലപ്പാലിലൂടെ പകരുമെങ്കിൽ ആ കൊച്ചും ഇപ്പോൾ ഒരു സോംബിയായി മാറിക്കാണും. ചിലപ്പോ ഞാൻ സോംബിയായി മാറുമായിരിക്കും. അതുകൊണ്ട് വേണമെങ്കിൽ നിനക്കെന്നെ കൊല്ലാം. എനിക്കെല്ലാം നഷ്ടമായി കഴിഞ്ഞു. ഇനിയിപ്പോ ഞാൻ മാത്രമായിട്ട് എന്തിനാ ബാക്കി? അവളങ്ങനെ പറഞ്ഞെങ്കിലും സുസുക്കിക്ക് അവളെ കൊല്ലാൻ ഒട്ടും മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. ശരി, ഇപ്പൊ ഞാൻ നിന്നെ ഒന്നും ചെയ്യുന്നില്ല. കൊല്ലണോ വേണ്ടതെന്നൊക്കെ നീ സോംബിയായിട്ട് മാറിയിട്ട് ഞാൻ ആലോചിക്കാം. പിന്നെ നീ പേടിക്കൊന്നും വേണ്ട. ഇപ്പൊ തന്നെ 2 ദിവസമായില്ലേ. ഇനി എന്തായാലും സോംബി ആവാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ആ മലയുടെ മുകളിലേക്ക് പോകാൻ നോക്കാം. അവിടെ എത്തിയാല് നമ്മൾ രണ്ടുപേരും രക്ഷപ്പെട്ടു. അതുവരെ നിന്നെ ഞാൻ സംരക്ഷിച്ചോളാം, ഉറപ്പ്. അവന്റെ ആ ധൈര്യവും തന്നെ സംരക്ഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞതൊക്കെ ഹിരോമിക്ക് അങ്ങ് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി അവിടുന്ന് വീണ്ടും നടക്കാൻ തുടങ്ങി. ഇപ്പൊ ഒരു കാട്ടുപ്രദേശത്തുകൂടെയാണ് രണ്ടുപേരുടെയും പോക്ക്. സുസുക്കി തിരിഞ്ഞു നോക്കിയതും കാണുന്നത് എന്തോ വയ്യാത്തതുപോലെ നിൽക്കുന്ന ഹിരോമിയെയാണ്. അവൻ വേഗം അവളുടെ അടുത്തേക്ക് ചെന്ന് നോക്കി. അപ്പോ അവളുടെ ഒരു കണ്ണിന് മാത്രം എന്തോ ഒരു ചെറിയ നിറവ്യത്യാസം. പക്ഷേ അവൻ അത് അവളോട് പറഞ്ഞില്ല. എന്നാൽ പെട്ടെന്നായിരുന്നു അവളുടെ ഭാവം മാറാൻ തുടങ്ങിയത്. ശരീരത്തിൽ വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും അവളുടെ ഒരു കണ്ണ് പൂർണ്ണമായിട്ടും സോംബിയുടെ കണക്കായി മാറിയിരുന്നു. അത് കണ്ടതേ സുസുക്കി ജീവനും കൊണ്ട് ഓടി അല്പദൂരം ചെന്നപ്പോഴാണ് അതുവഴി ഒരാൾ നടന്നു പോകുന്ന അവൻ കാണുന്നത്. അപ്പൊ തന്നെ അവൻ വേഗം അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നാൽ അങ്ങേരൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴോ അഴുകി തിരിവിച്ച് പുഴുവരിക്കുന്ന ഒരു സോംബി അത് അവന്റെ ദേഹത്തേക്ക് ചാടി അങ്ങോട്ട് വീഴാനായിട്ട് വന്നതും ആ സെക്കൻഡിൽ തന്നെയാണ് ഹിരോമി വന്ന് അതിന്റെ തല പിടിച്ച് തിരിച്ചിട്ട് ഒറ്റ ചവിട്ടിന് അതിനെ ദൂരേക്ക് തെറിപ്പിച്ച് കളയുന്നത്. ഇതെല്ലാം കണ്ട് വായും തുറന്നിരുന്നു പോയി നമ്മുടെ സുസുക്കി. മാത്രമല്ല എന്നിട്ടും മതിയാകാതെ ഹിരോമി ആ സോംബിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അതിന്റെ തല തിരിച്ച് ഓടിച്ച് ഊരി അങ്ങെടുത്തു. എന്നിട്ട് അതിന്റെ ഒരു കൈയും കൂടി ഓടിച്ചിഞ്ഞെടുക്കുന്നുണ്ട്. ശേഷം ആ കൈയുമായിട്ട് സുസുക്കിയുടെ അടുത്തേക്ക് വരുന്നു. അവനാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് വന്ന് ചാവുന്ന അവസ്ഥയിലായിട്ടുണ്ട്. പക്ഷേ അവൾ അവനെ ഒന്നും ചെയ്തില്ല കേട്ടോ. കാരണം അവൾ ഒരു പാമ്പിയായിരുന്നു. എന്ന് വെച്ചാ പാതി സോംബി. അതുകൊണ്ട് സുസുക്കി തനിക്ക് വേണ്ടപ്പെട്ടവനാണെന്ന് അവൾക്കറിയാം. മാത്രമല്ല പാമ്പിയായി മാറിയതിനു ശേഷം അവൾ വാ തുറന്നൊരു അക്ഷരം
പോലും മിണ്ടിയിട്ടില്ല. അതിന്റെ കൂടെ രണ്ടുപേരും ഈ കാട്ടിൽ തന്നെ ഇങ്ങനെ പെട്ട് കിടക്കുവാണ്. ഇവിടെ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കണമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. വഴിയറിയാതെ രണ്ടുപേരും കൂടി അതിനകത്ത് കിടന്ന് ഇങ്ങനെ ചുറ്റുമായിരുന്നു. പക്ഷേ പെട്ടെന്ന് നമ്മുടെ സുസുക്കിയാണേ. ഹിരോമി പിന്നെ പാമ്പി ആയതുകൊണ്ട് അവൾക്ക് ഈ മനുഷ്യ സഹജമായ ഫീലിംഗ്സ് ഒന്നും ഇപ്പോൾ നിലവിലില്ലായിരുന്നു. അങ്ങനെ എത്ര ദിവസം ആ കാട്ടിൽ കിടന്നാലും ഒരു പിടുത്തവും ഇല്ല. ഒരു ഘട്ടമായപ്പോൾ അവൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം സോംബികൾ ഈ മാംസമാണല്ലോ തിന്നുന്നത്. ആ കാട്ടില് കഴിക്കാനൊന്നും അവൾക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ ആകെ തളർന്ന ഒരു അവസ്ഥയിലായിരുന്നു. അത് കാരണം അവളെ പൊക്കി നടക്കുകയാണ് നമ്മുടെ സുസുക്കി. എന്തായാലും ഒടുക്കം റോഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ മനുഷ്യനില്ല. ആകെ അവന് കിട്ടിയത് ഒരു ട്രോളി ആയിരുന്നു. ട്രോളി എങ്കിൽ ട്രോളി. ഹിരോമി അതിനകത്ത് ഇരുത്തിക്കൊണ്ട് അവൻ ആ റോഡിലൂടെ മെല്ലെ മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് മണിക്കൂറുകൾക്ക് ശേഷം അവർ ചെല്ലുന്നത് ഫുജി റോയൽ ഔട്ട്ലെറ്റ് പാർക്കിലേക്കാണ്. ഇന്ന് വെച്ച വലിയൊരു ഷോപ്പിംഗ് മാൾ പോലെ. പക്ഷെ അവിടെ എങ്ങും ഒറ്റ മനുഷ്യനെയും കാണുന്നില്ല, സോംബിയും കാണുന്നില്ല. സുസുക്കി ഹിരോമിയും കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു തുണിക്കടയിലേക്കാണ് ചെന്ന് കയറിയത്. ശേഷം അവൻ ഇഷ്ടപ്പെട്ട ഒരു ജാക്കറ്റ് എടുത്തിരുന്നു. ഫ്രീ അല്ലേ, പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. എന്നാൽ അപ്പോഴാണ് കോട്ട് സൂട്ടൊക്കെ ഇട്ട ഒരു സോംബി അവന്റെ പിറകിൽ വന്ന് നിൽക്കുന്നത്. അതാ കടയുടെ തന്നെ ഓണർ ആയിരുന്നു കേട്ടോ. അതിനെ കണ്ട് അവൻ വേഗം തോക്കെടുക്കാനായിട്ട് പോയതും അതിന് മുന്നേ തന്നെ സോംബി ചാടി അവന്റെ മണ്ടയിലേക്ക് വീണിരുന്നു. ഹിരോമി ആണെങ്കിൽ ഒരു ബോധവും ഇല്ലാത്തതുപോലെ കിടക്കുമല്ലേ. തന്റെ കാര്യം ഏകദേശം തീരുമാനമായി എന്ന് കരുതിയിരിക്കുമ്പോഴാണ് പിറകിലൂടെ വന്ന ആരോ ആ സോംബിയുടെ തലക്കടിച്ചതിനെ കൊല്ലുന്നത്. അതൊരു പെണ്ണായിരുന്നു കേട്ടോ. അവളും ഈ മൂവിയിലെ ഒരു നായികയാണ്. പേര് യൂബു. ഈ കുട്ടി എന്താ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, അവൾക്ക് പ്രശ്നമൊന്നുമില്ല. ക്ഷീണം കൊണ്ട് അറിയാതെ ഉറങ്ങിപ്പോയതാ. പെട്ടെന്ന് ഉറക്കം വരുന്ന ടൈപ്പാ അവളാതാ. എന്നിട്ടും സംശയം മാറാതെ അവൾ നമ്മുടെ ഹിരോമിയെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് വേറെ കുറെ പേര് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഇതാരാ പുതിയ രണ്ടുപേര്? സോംബികൾ വല്ലതാണോ? അയ്യോ, ഞങ്ങൾ സോംബികളൊന്നുമല്ല. അത് ശരിയാ, അല്ലെങ്കിലും സോംബികൾ ഉറങ്ങാറില്ലല്ലോ. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നതും കുറെ സോംബികൾ ഇവർ നിൽക്കുന്ന കട ലക്ഷ്യമാക്കി വരാൻ തുടങ്ങി. വേഗം ഞങ്ങളുടെ പിറകെ വാ. അതും പറഞ്ഞ് എല്ലാവരും കടയുടെ പുറത്തേക്ക് ഇറങ്ങിയതും ഹിരോമയുമായിട്ട് അവരുടെ പുറകെ തന്നെ സുസുക്കി ചെല്ലുന്നു. ആ ഏരിയ നിറച്ചു സോംബികളായിരുന്നേ. വരുന്നതിനെയെല്ലാം അടിച്ചിട്ടും ചവിട്ടി തെറിപ്പിച്ചും സകല എണ്ണം കയറി ഓടുവാണ്. എന്നാൽ അപ്പോഴാണ് എന്തോ വലിയ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങിയത്. ശബ്ദം കേട്ടതേ സോംബികളെല്ലാം കൂടി ആ ഭാഗത്തേക്ക് പോകാൻ തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ പാത്രങ്ങൾ കൊട്ടി ശബ്ദമുണ്ടാക്കി സോംബികളുടെ ശ്രദ്ധ തിരിച്ചതാണ്. അതിന്റെയൊക്കെ ശ്രദ്ധ മാറിയത് കണ്ടതും ആ ഗ്യാപ്പ് നോക്കി എല്ലാവരും കൂടി അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു. സോംബികളൊന്നും കയറാത്ത ഗ്രില്ലൊക്കെ അടച്ചു വെച്ച ഒരു വഴിയാണ് പോകുന്നത്. ശേഷം ഒരു ഏണി വഴി ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് വലിച്ചു കയറണം. ഈ സോംബികൾക്ക് മുകളിലേക്ക് കയറാൻ പറ്റില്ലല്ലോ. പാവം നമ്മുടെ സുസുക്കി ഹിരോമിയെ തോളിൽ വെച്ചുകൊണ്ട് ആ ഏണി മുഴുവനും ചവിട്ടി കയറി ഒരു വിധത്തിൽ മുകളിലെത്തി. മാത്രമല്ല ആ ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പിലായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും അവിടെ ടെന്റ് കെട്ടി താമസമാക്കിയവരാണ്. പുതിയതായിട്ട് വന്ന നമ്മുടെ സുസുക്കിക്കും ഹിരോമിക്കും കിടക്കാൻ പുതിയ ടെന്റും ഇടാൻ പുതിയ വസ്ത്രങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. ആ റൂഫ് ടോപ്പിൽ തന്നെ ചെറിയൊരു ഷോപ്പിംഗ് മാൾ വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവര്. അതൊക്കെ കണ്ട് ആകെ വണ്ടർ അടിച്ചിരിക്കുകയാണ് നമ്മുടെ സുസുക്കി. തീയൊക്കെ കത്തിക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. എല്ലാം കൂടി അങ്ങ് കത്തിപ്പോയാൽ പിന്നെ നമുക്ക് കിടക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല. അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അയാളുടെ കയ്യിൽ കിടക്കുന്ന റോളക്സ് വാച്ച് അവൻ കാണുന്നത്. എന്താ, എന്റെ വാച്ച് ഇഷ്ടമായോ? നിനക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം. അതും പറഞ്ഞു ഒരു ബോക്സ് നിറയെ റോളക്സ് വാച്ച് എടുത്ത് അവന്റെ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ച അയാള് താഴെ ഏതോ കടയിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ്. ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലല്ലോ. അങ്ങനെ രാത്രിയായി. ഹിരോമി ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. സുസുക്കി യൂബും കൂടി ഒരുമിച്ചിരുന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുവാണ്. അവന്റെ ജോലി എന്തായിരുന്നു, ഹിരോമി എങ്ങനെ കണ്ടുമുട്ടി, അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പരിചയപ്പെടുന്നു. പിറ്റേന്ന് നേരം വെളുത്തതും നമ്മുടെ ഹിരോമിക്ക് ബോധം വന്നിട്ടുണ്ട് കേട്ടോ. സുസുക്കി ആണെങ്കിൽ പാട്ടൊക്കെ പാടിക്കൊണ്ട് എന്തോ കാര്യമായിട്ടുള്ള ജോലിയിലാണ്. അവന്റെ ആ പാട്ട് കേട്ടിട്ടാണോ എന്തോ ഹിരോമിയുടെ ചുണ്ടിലെ ചെറുതായിട്ടൊരു പുഞ്ചിരി വിരിയുന്നുണ്ട്. അത് കണ്ട സുസുക്കി മറ്റൊരു പാട്ട് പാടിയതും ആ മുഖത്തെ പുഞ്ചിരി ഒന്നും കൂടി. അങ്ങനെ അല്പനേരം കഴിഞ്ഞതും അവൻ റൂഫ് ടോപ്പിലേക്ക് വന്നിട്ട് താഴെ നിൽക്കുന്ന സോംബികളെല്ലാം നോക്കുന്നു. അപ്പോഴാണ് ആ കൂട്ടത്തിലെ ഒരു സോംബി അവൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. അതിന്റെ തലയാണെങ്കിൽ പകുതിക്ക് വെച്ച് ചളങ്ങിയിരിക്കുവാണേ. സുസുക്കി അതിനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ആ സോംബി സ്പീഡിൽ ഓടി വന്നിട്ട് മുകളിലേക്ക് ഒരു ഒറ്റ ചാട്ടം. തിരികെ തല ഇടിച്ചുകൊണ്ടാണ് വന്ന് ലാൻഡ് ചെയ്യുന്നതും അങ്ങനെ ഇടിച്ചിടിച്ച് വീണാണ് ആ തല ചളങ്ങിപ്പോയതും. അപ്പുറത്തെ കോളേജിൽ പഠിച്ചിരുന്ന ഏതൊരു അത്ലറ്റ് ആയിരുന്നു തോന്നുന്നു ചെറുക്കൻ. ദേ ആ പെണ്ണിനെ കണ്ടോ? അതൊരു ഷോപ്പിംഗ് ഭ്രാന്തിയാ. ഒരുപാട് സമയം ഷോപ്പിംഗിന് ചിലവഴിക്കുന്നത് അവളുടെ സ്ഥിരം പരിപാടിയായിരുന്നു. അത് കേട്ടതേ സുസുക്കി അയാൾ സംശയത്തോടെ നോക്കി. ഇയാൾക്ക് അതൊക്കെ എങ്ങനെ അറിയാം? അവളെന്റെ ഭാര്യയായിരുന്നു. അയ്യോ സോറി, എനിക്ക് അറിയില്ലായിരുന്നു. അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ, വിട്ടേക്ക്. അപ്പൊ ആ സോംബിയോ? അതെന്താ അങ്ങനെ പോകുന്നത്? എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കുറെ സോംബികളുണ്ട്, മനുഷ്യരെ പോലെ തന്നെ. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോയി. അങ്ങേരുടെ പിറകെ തന്നെ സുസുക്കിയും പോകുന്നു. അവിടുന്ന് അവര് നേരെ പോകുന്നത് ഒരു ഗ്രൂപ്പിന്റെ അടുത്തേക്കാണ്. ദേ ഇവനാണ് ആ ഗ്രൂപ്പിന്റെ നേതാവ്. പേര് യൂര. ഇതിവിടുത്തെ ഫുഡ് സ്റ്റോറേജ് ബേസ്മെന്റിലേക്കുള്ള മാപ്പാണ്. ഫുഡ് സ്റ്റോറേജ് ഇതേ ഇവിടെ ആയിട്ട് വരും. കേട്ടത് ശരിയാണെങ്കിൽ ഒരു 10,000 പാക്കറ്റ് എങ്കിലും ഇവിടെ ഉണ്ട്. അത് മൊത്തം നമുക്ക് എടുക്കാൻ പറ്റിയാൽ കുറഞ്ഞത് ഒരു 6 മാസത്തെ കൂടി ജീവിക്കാം. നമ്മുടെ കയ്യിലുള്ളതൊക്കെ നാളത്തോടെ തീരും. അതുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടി നമുക്കിത് ചെയ്തേ പറ്റൂ. ശരി, പക്ഷേ ഞാനെന്താ ചെയ്യേണ്ടത്? നീ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. നിന്റെ കയ്യിലിരിക്കുന്ന ആ തോക്ക് മാത്രം തന്നാ മതി. അയ്യോ,
അത് പിന്നെ ഈ തോക്ക് മറ്റാർക്കും കൈമാറാൻ പാടില്ല എന്ന് ആര് പറഞ്ഞു? അല്ല, അതാണ് നിയമം. ഇവിടുത്തെ നിയമം ഞാനാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് ആ തോക്ക് ഇങ്ങ് തന്നോ, ഇല്ലെങ്കിൽ നിന്റെ കൂടെ വന്ന പെണ്ണില്ലേ അവളെ ഞാനങ്ങ് തട്ടും. അങ്ങേരുടെ സംസാരത്തിന്റെ ആ ടോൺ മാറിയതും അവൻ തോക്കുമായിട്ട് എഴുന്നേറ്റ് ഒറ്റ ഓട്ടമായിരുന്നു. എന്നാൽ ഇതേ സമയം നമ്മുടെ ഹിരോമി ടെന്റിൽ കിടക്കുമായിരുന്നു. അപ്പോഴാണ് അവളുടെ അടുത്തേക്ക് 2 വേട്ടാവളിയന്മാർ വരുന്നത്. വേറെ ഒന്നിനുമല്ല അവളെ ഉപദ്രവിക്കാൻ വേണ്ടി. പക്ഷേ യൂബ് അവന്മാരെ അങ്ങോട്ട് അടുപ്പിച്ചതേ ഇല്ല. എന്റെ അടുത്ത് വിളച്ചിലെടുത്താലുണ്ടല്ലോ നിന്റെയൊക്കെ താളത്തിനകത്ത് തുള്ളാൻ എന്നെ കിട്ടത്തില്ല. പക്ഷേ അപ്പോഴേക്കും വേറെ കുറേമാരും കൂടി വന്നതുകൊണ്ട് അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. അതിലൊരുത്തൻ ടെന്റിനുള്ളിൽ നിന്നും ഹിരോമിയെ പിടിച്ചിറക്കിയ നിമിഷം തന്നെയാണ് അവിടേക്ക് നമ്മുടെ സുസുക്കി വരുന്നത്. മര്യാദയ്ക്ക് അവളെ വിട്ടോ. എന്നാൽ അന്നേരമാണ് ആ യൂറ എന്ന് പറയുന്നവൻ ഒരു ക്രോസ് ബോവും കൊണ്ട് അവന്റെ അടുത്തേക്ക് വരുന്നത്. മാത്രമല്ല ഹിരോമിയുടെ നേർക്ക് ചൂണ്ടിയിട്ടുണ്ട് ഒരു കത്തി. നിനക്ക് വെടിവെക്കാനുള്ള ധൈര്യം ഉണ്ടോ? അങ്ങേര് അതങ്ങോട്ട് ചോദിച്ചതേ. ഇവിടെ നമ്മുടെ ഹിരോമിയാണെങ്കിൽ അവളെ പിടിച്ചിരുന്ന ഒരുത്തനെ പിടിച്ചൊരൊറ്റ ഏറ്. സാധാരണ ഒരു മനുഷ്യന് ഇത്രയും ശക്തിയോടെ ആരെയും എടുത്ത് എറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവളുടെ ആ പ്രവൃത്തിയിൽ എല്ലാവരും ഞെട്ടിപ്പോയി. എന്നാൽ അപ്പോഴായിരുന്നു അവളുടെ ആ കണ്ണിൽ കെട്ടിയിരുന്ന തുണി അങ്ങ് അഴിഞ്ഞു വീഴുന്നത്. അതോടെ അവളുടെ ആ മറച്ചു വെച്ചിരുന്ന കണ്ണ് എല്ലാവരുടെ മുന്നിലും വ്യക്തമായി. എന്ന് വെച്ചാ അവള് മനുഷ്യനല്ല സോംബിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതോടെ സകല ആൾക്കാർ പേടിച്ചുപോയി. അല്ല, അവള് സോംബിയല്ല, അവളൊന്നും ചെയ്യരുത്. പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ യൂര എന്ന് പറയുന്നവൻ ഹിരോമിയുടെ നെറ്റിയിലേക്ക് തന്നെ അമ്പെയ്ത് കളഞ്ഞു. അതോടെ അവൾ അവിടെ തറയിലേക്ക് വീണ് മരിച്ചു പോവുകയാണ്. സുസുക്കിക്ക് അതങ്ങ് വലിയൊരു ഷോക്കായി പോയി. മാത്രമല്ല അതിന്റെ കൂടെ എല്ലാവണ്ണം കൂടി അവനെ എടുത്തിട്ട് ഒരു ദയമില്ലാത്ത ചവിട്ടി കൂട്ടുവാണ്. ഇവരുടെയൊക്കെ നേതാവ് ആ യൂര എന്ന് പറയുന്നവനല്ലേ? അവനാണല്ലോ നമ്മുടെ ഹിരോമിയെ കൊന്നതും. പക്ഷേ ഇപ്പോ സുസുക്കിയുടെ തോക്കിയിരിക്കുന്നത് അവന്റെ കയ്യിലല്ല കേട്ടോ, വേറൊരുത്തന്റെ കയ്യിലാണ്. എല്ലാം കഴിഞ്ഞ് അങ്ങേര് വലിയ കാര്യത്തിൽ തോക്ക് മേടിക്കാൻ നോക്കിയെങ്കിലും ലവന്മാരത് കൊടുത്തില്ല. ഇത്രയും നല്ലൊരു സമ്മാനം കിട്ടിയിട്ട് അത് ഞാൻ എങ്ങനാ നിനക്ക് തരുന്നത്? കുറെ കാലം കൊണ്ട് നീയല്ലേ നേതാവ്, ഇനി ഞങ്ങളൊന്ന് നേതാവായി നോക്കട്ടെ. അതും പറഞ്ഞ് ആ യൂരയെ അങ്ങ് നിഷ്കരണം പുച്ഛിച്ചു വിട്ടു. അവന്റെ അവിടുത്തെ വില അങ്ങ് പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതേ സമയം കിട്ടാനുള്ളതെല്ലാം മേടിച്ചു കൂട്ടിയ ശേഷം സുസുക്കി തിരികെ തന്റെ ടെന്റിലേക്ക് വന്നതും കാണുന്നത് അവനെ കാത്തിരിക്കുന്ന യൂബിനെയാണ്. സുസുക്കിയെ കണ്ടതേ അവൾ അവനുമായിട്ട് മറ്റൊരു ടെന്റിനകത്തേക്ക് പോകുന്നു. അതിനകത്ത് കിടപ്പുണ്ട് നമ്മുടെ ഹിരോമി. പക്ഷേ അവള് മരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് അമ്പ് തലയോട്ട് തുളിച്ചു കയറിയില്ല. അതുകൊണ്ടാ രക്ഷപ്പെട്ടത്. പിന്നതേ ഇവൾക്ക് പൾസ് ഉണ്ട് കണ്ടോ. സാധാരണ സോംബികൾക്ക് പൾസ് ഉണ്ടാവാറില്ല. ഹൃദയവും ശ്വാസകോശവും ഒന്നും പ്രവർത്തിക്കില്ല. പക്ഷേ ഇവളുടെ കാര്യത്തിൽ എല്ലാം വ്യത്യസ്തമാണ്. നിനക്ക് ഇവളെയും കൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. പക്ഷേ എന്റെ തോക്ക് അവരുടെ കയ്യിലാ. അവസരം കിട്ടിയിട്ടും എനിക്കൊന്ന് വെടിവെക്കാൻ പോലും പറ്റിയില്ല. ഞാൻ ഇങ്ങനെ ഒരുത്തനായി പോയി. എന്നെ കൊണ്ട് ആർക്കും ഒരു ഉപകാരവും ഇല്ല. ഇത്രയും നാള് മനസ്സിൽ കിടന്ന കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വന്നതും അവൻ അറിയാതെ അങ്ങ് കരഞ്ഞുപോയി. അത് കണ്ട് യൂബിന് സങ്കടമാവുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ ആണുങ്ങളെല്ലാം ചേർന്ന് താഴെ ഫുഡ് സ്റ്റോറേജിലേക്ക് പോകാൻ തയ്യാറാവുകയാണ്. ഇപ്പോ പുതിയ നേതാവൊക്കെ വന്നല്ലോ. നമ്മുടെ പാവ യൂരയ്ക്ക് ഇപ്പോ ഒരു പവറും ഇല്ല. ലവന്മാര് പറയുന്നതൊക്കെ ചെയ്യേണ്ട അവസ്ഥയാണ്. അങ്ങനെ പുരുഷ പ്രജകളെല്ലാം കൂടി സ്റ്റോറേജിലേക്ക് പോകാനായിട്ട് താഴേക്ക് ഇറങ്ങിപ്പോയതും ഇവിടെ മുകളിൽ സ്ത്രീജനങ്ങളെല്ലാം ചേർന്ന് പതിവ് പോലെ തന്നെ സ്റ്റീൽ പാത്രത്തിൽ അടിച്ച് ശബ്ദമുണ്ടാക്കി സോംബികളുടെ ശ്രദ്ധയെല്ലാം അങ്ങോട്ടേക്ക് തിരിക്കുന്നു. ഈ തക്കം നോക്കി അവരെല്ലാവരും താഴെയുള്ള അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലേക്കാണ് ഓടിക്കേറിയത്. ആ കൂട്ടത്തിൽ നമ്മുടെ സുസുക്കി ഉണ്ട് കേട്ടോ. എന്നാൽ പാർക്കിങ്ങിനുള്ളിലേക്ക് കയറിയതും അതിനകത്താണെങ്കിൽ ഒടുക്കത്തെ ഇരുട്ട്. കയ്യിലുള്ള ടോർച്ച് ലൈറ്റ് ഒക്കെ തെളിച്ചുകൊണ്ട് എല്ലാവരും പതിയെ ശബ്ദം ഉണ്ടാക്കാതെ മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി. എന്തെങ്കിലും ശബ്ദം ഉണ്ടായാൽ കൂട്ടത്തോടെ എല്ലാത്തിന്റെയും പണി ഇവിടെ വെച്ച് തീരും. അതുകൊണ്ട് അത്രയും ശ്രദ്ധിച്ചാണ് നടപ്പ്. അവരുടെ കയ്യിൽ ആ സ്റ്റോറേജിലേക്ക് പോകേണ്ടതിന്റെ ഒരു മാപ്പുണ്ടല്ലോ. അതിലേക്ക് നോക്കി പോകേണ്ട വഴി മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെയുള്ള ലൈറ്റ് മുഴുവൻ തെളിയുന്നത്. ഇതാരായി പോയി ലൈറ്റ് ഇടാൻ? ആരിട്ടാൽ എന്താ, നമുക്ക് ഫുഡ് കിട്ടിയ പോരെ. ലൈറ്റ് വീണതും അവന്മാരെ പെട്ടെന്ന് സ്റ്റോറേജിനകത്തേക്കുള്ള വഴി കണ്ടുപിടിച്ച് അതിനകത്തേക്ക് കയറി. ശേഷം അതിനകത്തുള്ള സാധനങ്ങൾ മുഴുവനും തൂത്തുവാരി എടുക്കാൻ തുടങ്ങി. ഇനിയിപ്പോ കുറെ നാളത്തേക്ക് ഫുഡിനെ പറ്റി ടെൻഷൻ അടിക്കണ്ട. എന്നാൽ പെട്ടെന്നായിരുന്നു അതിനകത്തുണ്ടായിരുന്ന ഒരു സ്പീക്കറിലായിട്ട് പാട്ട് കേൾക്കാൻ തുടങ്ങിയത്. അത് കേട്ടതേ അവിടെയുള്ള സകലെണ്ണം ഞെട്ടിപ്പോയി. ഇതാരപ്പ ഇപ്പൊ പാട്ട് ലൈറ്റൊക്കെ ഇടാൻ? അതും ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എവിടുന്ന് ഒരു സോംബി പാഞ്ഞു വന്ന് അവിടെ നിന്നിരുന്ന ഒരുത്തിനെ എടുത്തിട്ട് കടിക്കുന്നത്. വെടിവെക്കടാ, എടാ നോക്കി നിൽക്കാതെ വെടിവെക്കടാ. അത് കേട്ടതേ നമ്മുടെ പുതിയ നേതാവ് ചക്ക വീണു മുയില് ചെത്തു എന്ന് പറയുന്നത് പോലെ എങ്ങനെയൊക്കെ ഒരു വെടി പൊട്ടിച്ചതും സോംബിയുടെ കൂടെ മറ്റവനോടെ റെഡായി പോയി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാ ഈ വെടി പൊട്ടുന്ന ശബ്ദം കേട്ടതും ആ ഏരിയയിൽ ബാക്കി ഉണ്ടായിരുന്ന സോംബികളും കൂടി അകത്തേക്ക് വരാൻ തുടങ്ങി. അതോടെ ഫുഡും വേണ്ട ബണ്ണും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സകലയാണോ ജീവനം കൊണ്ട് ഓടുന്നു. തിരികെ പാർക്കിങ്ങിലേക്ക് ഓടി വന്നതും അപ്പോഴേക്കും അവിടെ സോംബികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. എല്ലാം കൂടി വന്ന് കൂട്ടത്തിന് ഓരോന്നിനെ എടുത്തിട്ട് കടിച്ചു പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പുതിയ നേതാവാണെങ്കിൽ ഓടുന്ന കൂട്ടത്തിലെ പുറകിലേക്ക് നോക്കി സോംബികളെ വെടിവെക്കുന്നുണ്ടെങ്കിലും നല്ല ഉന്നം ആയതുകൊണ്ട് ഒരെണ്ണത്തിന് കൊള്ളുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഒരുത്തൻ CCTV-യിൽ കൂടി ഇരുന്ന് കണ്ട് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. ആരാണെന്ന് വെച്ചാൽ അത് നമ്മുടെ പഴയ പവർ പോയ നേതാവായിരുന്നു. അങ്ങനെ ഇപ്പൊ ഞാനല്ലാതെ ഇവിടെ പുതിയൊരു നേതാവ് വേണ്ട, പോയി ചാവട എല്ലാം. അതും പറഞ്ഞവൻ ആ പാട്ടിന്റെ ശബ്ദം ഫുൾ അങ്ങ് കൂട്ടിവെച്ചു. നേരത്തെ ലൈറ്റ് ഇട്ടതും ഈ പാട്ടിട്ടതും എല്ലാം ഇങ്ങേരായിരുന്നു. മാത്രമല്ല ആ പാട്ടിന്റെ ശബ്ദം അങ്ങോട്ട് കൂടിയതും മാളിന്റെ വെളിയിലുണ്ടായിരുന്ന സകല സോംബികൾ ഇത് കേൾക്കുന്നു. അതോടെ പുറത്തുണ്ടായിരുന്ന സോംബികൾ മുഴുവനും പാർക്കിങ്ങിലേക്ക് വെച്ച് പിടിക്കാൻ തുടങ്ങി. ഇനിയിപ്പോ അകത്തുള്ളവരുടെ അവസ്ഥ
അവസ്ഥ എന്താവോ എന്തോ. അതേസമയം പുറത്തൊരു തലചളങ്ങിയ സോംബി ഉണ്ടായിരുന്നില്ലേ? പാട്ട് കേട്ടെങ്കിലും അത് മറ്റു സോംബികളുടെ കൂടെ പോയില്ല. പകരം നമ്മുടെ ടെന്റ് ഒക്കെ കെട്ടിക്കുന്ന ബിൽഡിംഗ് ഇല്ലേ, ആ ബിൽഡിങ്ങിനെ നോക്കി വേഗത്തിൽ ഓടി വന്നുകൊണ്ട് മുകളിലേക്ക് എടുത്തൊരൊറ്റ ചാട്ടമായിരുന്നു. കൃത്യം വന്ന് വീഴുന്നത് റൂഫ് ടോപ്പിലേക്കും. പക്ഷേ ആരും ഇത് അറിഞ്ഞിരുന്നില്ല. അവിടെയുള്ള ഒരു പെണ്ണാണെങ്കിൽ എന്തോ എടുക്കാനായിട്ട് വന്നതും ദേ തൊട്ട് പിറകിലായിട്ട് നിൽക്കുന്ന ആ ചളങ്ങിയ സോംബി ഒറ്റയടിക്ക് ആ പെണ്ണിന്റെ തല അങ്ങ് തകർത്ത് കളഞ്ഞു. ശേഷം വാ വലിച്ചു തുറന്നുകൊണ്ട് ആ പെണ്ണിനെ മൊത്തത്തിൽ അങ്ങ് വിഴുങ്ങിയെടുക്കാൻ നോക്കുവാണ്. ആ പെണ്ണിനെ മാത്രമല്ല, റൂഫ് ടോപ്പിലുണ്ടായിരുന്ന സകല ആൾക്കാരെ ആ സോംബി കൊന്നു കളഞ്ഞു. എന്തോ ഭാഗ്യത്തിന് നമ്മുടെ യൂബിനെ ഹിരോമിയെ മാത്രം അത് കണ്ടില്ല. രണ്ടുപേരും ദൂരെ ഒരു ടെന്റിന്റെ സൈഡിലായിട്ട് ഒളിച്ചിരിക്കുവാണ്. മാത്രമല്ല അവളെ കാര്യങ്ങൾ മുഴുവനും വാക്കി ടോക്കിയിലൂടെ സുസുക്കി അറിയിക്കുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ അതിനേക്കാൾ പെട്ടിരിക്കുവാണേ. സോംബികളുടെ കണ്ണിൽ പെടാതെ ഷെൽഫിനുള്ളിൽ കയറി ഒളിച്ചിരിക്കുകയാണ് പുള്ളിക്കാരൻ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് തങ്ങളെ ആ സോംബി കൊല്ലും. അവള് നോക്കുമ്പോൾ നേരത്തെ ആ സോംബി കൊന്നിട്ട് ആൾക്കാരില്ലേ, അവര് മുഴുവനും ഇപ്പോൾ സോംബികളായി മാറിയിട്ടുണ്ട്. പിന്നെ ഒരു നിമിഷം അവിടെ നിൽക്കാതെ അവൾ ഹിരോമിയെ തോളിൽ വെച്ചുകൊണ്ട് ഏണി വഴി പതിയെ താഴേക്ക് ഇറങ്ങുന്നു. ശേഷം നേരെ പാർക്കിങ്ങിലേക്കാണ് പോയത്. ഇതേ സമയം നമ്മുടെ സുസുക്കി ആണെങ്കിൽ പുറത്തിറങ്ങണോ വേണ്ടോ എന്നുള്ള ഒടുക്കത്തെ കൺഫ്യൂഷനിലാണ്. എങ്ങനെയൊക്കെ പുറത്തിറങ്ങാൻ നോക്കിയാലും സോംബികളുടെ കൈകൊണ്ടുള്ള മരണം ഉറപ്പാണ് എന്നും പറഞ്ഞ് ഇതിനകത്ത് തന്നെ ഇരിക്കാൻ പറ്റില്ലല്ലോ. എന്ത് വരട്ടെ എന്ന് കരുതി അവൻ കണ്ണും പൂട്ടി ഷെൽഫും തള്ളി തുറന്നുകൊണ്ട് പുറത്തേക്ക് ചാടി ഇറങ്ങി. പക്ഷേ അവിടെ സോംബികളൊന്നും കാണുന്നില്ല. പിന്നീട് ഒരു നിമിഷം പോലും നിൽക്കാതെ അവൻ വേഗം പുറത്തേക്ക് ഓടുന്നു. മാത്രമല്ല അങ്ങനെ ഓടി വരുന്ന വഴിയിൽ തറയിൽ കിടന്ന് അവൻ അവന്റെ തോക്കും കിട്ടുന്നുണ്ട്. ഇതേ സമയം യൂവ ഹിരോമിയുമായിട്ട് പാർക്കിങ്ങിനുള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അവര് നേരെ ചെന്നപ്പെട്ടത് നമ്മുടെ യൂരയുടെ മുന്നിലായിരുന്നു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്കൊരു കാറ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് അതിൽ കയറി രക്ഷപ്പെടാം. നീ ആ സോംബി പെണ്ണിനെ അവിടെ കാണ കള, നമുക്ക് രണ്ടുപേർക്ക് മാത്രം രക്ഷപ്പെടാം. അങ്ങനെ ഒരു കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നടന്നവന്റെ ശബ്ദം പെട്ടെന്ന് മാറാൻ തുടങ്ങി. മാത്രമല്ല അവന്റെ ഞരമ്പൊക്കെ തെളിഞ്ഞ് കണ്ണൊക്കെ ഒരുമാതിരി സോംബി കണക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാ ആളും സോംബിയുടെ കയ്യിൽ നിന്ന് പണി മേടിച്ചിട്ടുണ്ട്. എനിക്ക് എന്റെ കണ്ണ് കാണാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞവൻ തന്റെ വിരലുകൊണ്ട് സ്വയം കണ്ണ് രണ്ടും കുത്തി അങ്ങ് പൊട്ടിച്ചു. എന്നിട്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്നൊരു പറച്ചിലും. ശേഷം അവളെ പിടിക്കാനിട്ട് ഓടിക്കാൻ തുടങ്ങി. പക്ഷേ ഓടി ഓടി ചെന്നപ്പെട്ടതാണെങ്കിൽ നമ്മുടെ സുസുക്കിയുടെ മുന്നിലും. അവന്റെ കയ്യിൽ ഇപ്പൊ തോക്കുണ്ടല്ലോ. ഒറ്റ വെടിക്ക് അങ്ങേരുടെ തല അങ്ങ് തകർത്ത് കളഞ്ഞു. അവൻ കുറച്ച് മുന്നേ പൊട്ടേണ്ട വെടിയായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അവസരം കിട്ടിയത്. അങ്ങനെ അവര് 3 പേരും കൂടി അവിടുന്ന് പോകാൻ നിന്നപ്പോഴാണ് ഇപ്പോഴത്തെ പുതിയ നേതാവുണ്ടല്ലോ അങ്ങേരങ്ങോട്ടേക്ക് ഓടി വരുന്നത്. നീ കിടുവാണല്ലോടാ, എന്നാ ഷോട്ടായിരുന്നു, ഇനി മുതൽ ഞാൻ നിന്റെ ടീമാ. അതും പറഞ്ഞ് അങ്ങേര് ഇവരുടെ കൂടെ കൂടി. അപ്പോഴേക്കും മറ്റൊരാളും കൂടി അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ആരാണെന്ന് വെച്ചാൽ നമ്മുടെ സുസുക്കിക്ക് ഇവിടെ വന്നപ്പോൾ റോളക്സ് വാച്ച് കൊടുത്ത ഒരാളില്ലേ, അയാളാണ് നിലയും വിളിച്ചുകൊണ്ട് ഓടി വരുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങേരുടെ പിറകെ ഒരു 10-60 സോംബീസെങ്കിലും കാണും. എല്ലാത്തിനെയും കൂടി കണ്ടതും അവർ 5 പേരും കൂടി ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടുന്നു. പക്ഷേ ഓടി ഓടി പുറത്തേക്ക് ചെന്നപ്പോഴോ ദേ മുന്നിൽ സോംബീസ്. ഇതിനൊരു അന്ത്യമില്ലേ ദൈവമേ, ഇനിയിപ്പോ എങ്ങനെ രക്ഷപ്പെടും? എന്റെ കയ്യിലൊരു 100 ബുള്ളറ്റ് കാണും, എനിക്ക് പറ്റുന്നത്രയും ഞാൻ വെടിവെച്ചിടാം, ബാക്കി നിങ്ങളും കൂടെ നോക്കിക്കോ. അതും പറഞ്ഞ് തോക്കിലേക്ക് ബുള്ളറ്റ് ഒക്കെ നിറച്ചുകൊണ്ട് നമ്മുടെ സുസുക്കി നെഞ്ചും വിരിച്ച് മുന്നിലേക്ക് നിന്ന് വരുന്ന സകല സോംബികളെ വെടിവെച്ചിടാൻ തുടങ്ങി. ഒരൊറ്റ ഉന്നം പോലും തെറ്റുന്നുണ്ടായിരുന്നില്ല. അത്ര കിടുവായിട്ടാണ് വെടിവെക്കുന്നത്. മാത്രമല്ല ബാക്കി 3 പേരുണ്ടായിരുന്നല്ലോ, അവരും തങ്ങളെ കൊണ്ടാവുന്ന പോലെ സോംബികൾ നേരിടുവാണ്. യൂബു ആണെങ്കിൽ കോടാലി വെച്ച് സോംബികളെല്ലാം വെട്ടി വീഴ്ത്തുന്നു. നമ്മുടെ പുതിയ ലീഡർ ആണെങ്കിൽ ക്രോസ് ബോ വെച്ചാണ് ഫൈറ്റ്. റോളക്സ് ആണെങ്കിൽ വലിയൊരു കമ്പി കൊണ്ടായിരുന്നു യുദ്ധം. അതേസമയം ഇവിടെ നമ്മുടെ സുസുക്കി സോംബികളെല്ലാം ഇങ്ങനെ ചറപറാന്ന് വെടിവെച്ചിടുവല്ലേ. അപ്പോഴാണ് അവന്റെ മുന്നിലേക്ക് ഒരു യമണ്ട ഗുണ്ട് സോംബി ഓടി വരുന്നത്. ആ സോംബിയുടെ തല നോക്കി അവൻ വെടിവെച്ചെങ്കിലും ഓടി വന്നൊരു ഫോഴ്സിൽ അത് നേരെ വന്ന് നമ്മുടെ സുസുക്കിയുടെ ദേഹത്തേക്കാണ് വീഴുന്നത്. ഒരു വിധത്തിലാണ് അതിന്റെ അടിയിൽ നിന്ന് അവൻ പുറത്തേക്ക് എത്തിയത്. എന്നാൽ അപ്പോഴേക്കും ഇവിടെ നമ്മുടെ ലീഡറിനെ സോംബികളെല്ലാം കൂടി വളഞ്ഞിരുന്നു. അവന് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നതും അതെല്ലാം കൂടി അവനെ കടിച്ച് പറിച്ചങ്ങ് കൊന്നുകളഞ്ഞു. ഇവിടെ നമ്മുടെ റോളക്സിനും ഒരു സോംബിയുടെ കടി കിട്ടുന്നുണ്ട്. ആരാണെന്ന് വെച്ചാ അങ്ങേരുടെ ഭാര്യ തന്നെയായിരുന്നു അയാളെ കടിച്ചത്. ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല എങ്കിലും അയാൾക്ക് തന്റെ ഭാര്യയെ കൊല്ലേണ്ടി വന്നു. ശേഷം ആ ക്രോസ് ബോ വെച്ച് സ്വന്തം വായിലേക്ക് തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ട് അയാളും അവിടെ മരിച്ചു വീഴുകയാണ്. ഇനിയിപ്പോ ബാക്കിയുള്ളത് 3 പേരാണ്, സുസുക്കിയും യൂബും പിന്നെ ഹിരോമിയും. പക്ഷേ നമ്മുടെ സുസുക്കി തളർന്നില്ല. വാശിയോടെ അവിടേക്ക് വന്നിരുന്ന സകല സോംബികളെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. ഒരു 10-100 എണ്ണത്തെങ്കിലും കൊന്നു കാണും. എല്ലാത്തിനെയും കൊന്നു കഴിഞ്ഞതും ഇനി ഒട്ടും പറ്റില്ലെന്ന പോലെ അവൻ തളർന്ന തറയിലേക്ക് ഇരുന്നു പോയി. എന്നാൽ അന്നേരമായിരുന്നു മുകളിൽ നിന്നും ഒരു സോംബി ചാടി വന്ന് താഴേക്ക് വീഴുന്നത്. വേറെ ആരുമല്ല, അത് നമ്മുടെ ആ തല ചളങ്ങിയ സോംബിയായിരുന്നു. അത് നമ്മുടെ സുസുക്കിയെ കണ്ട് വേഗത്തിൽ ഓടി വന്ന് മുകളിലേക്ക് അങ്ങോട്ട് ചാടിയതും അതിന്റെ നെഞ്ചത്ത് നോക്കി തന്നെ വെടി പൊട്ടിച്ചു. എന്നാൽ വെടി കൊണ്ടിട്ട് അതേ പയർ പോലെ എഴുന്നേറ്റ് വരുന്നു. മാത്രമല്ല അവന്റെ കയ്യിലുണ്ടായിരുന്ന ബുള്ളറ്റും തീർന്നു പോയി. സുസുക്കി നോക്കിയപ്പോൾ ദേ തറയിൽ ഒരു ബുള്ളറ്റ് കിടക്കുന്നു. അവൻ വേഗം അതെടുക്കാനായിട്ട് ഓടി. എന്നാൽ അത് കണ്ടതും ആ സോംബി അവന്റെ അടുത്തേക്ക് പാഞ്ഞു വരാൻ തുടങ്ങി. അത് ഓടി വന്നിട്ട് സുസുക്കിയുടെ മണ്ടയിലേക്ക് എടുത്ത് ചാടിയതും അവൻ ആ സോംബിയുടെ തല നോക്കി പൊട്ടിച്ചത് ഒരുമിച്ചായിരുന്നു. അതോടെ ആ സോംബിയുടെ കാര്യവും തീർന്നു. ഇനിയിപ്പോ ഇവിടുന്ന് സമാധാനത്തോടെ പോവാല്ലോ. ആ ഒരു സമാധാനത്തില് യൂബു ഹിരോമിയും കൊണ്ട് പോകാനായിട്ട് എഴുന്നേറ്റപ്പോഴാണ് ദേ ആ സോംബി പിന്നെ എഴുന്നേറ്റ് വരുന്നു. പണ്ടാരം ചാവുന്നില്ലേ, തോക്കിലാണെങ്കിൽ ഇനി ബുള്ളറ്റും ഇല്ല. എന്നാൽ ഇത്തവണ ഇത് നോട്ടമിട്ടത് നമ്മുടെ
യൂബോനെ ഹിരോമിയായിരുന്നു. അവരെ ലക്ഷ്യമിട്ട് അത് പാഞ്ഞു വരാൻ തുടങ്ങിയതും ചാടി വീണ് നമ്മുടെ സുസുക്കി തോക്കിന്റെ പിടിവെച്ച് അതിന്റെ തല അടിച്ചങ്ങ് പൊട്ടിച്ചു കളഞ്ഞു. അതോടെ ആ സോംബിയുടെ വെടി തീർന്നു. ഒരു 150 സോംബിയെങ്കിലും കൊന്നു കാണും. എല്ലാത്തിനെയും കൊന്നിട്ട് തോക്കും പിടിച്ചുകൊണ്ട് ഹീറോയെ പോലൊരു നിൽപ്പുണ്ടല്ലോ, അവന്റെ ആ ഒരു മാസം നിൽപ്പ് കണ്ടതേ ഹിരോമി പോലും അവനെ നോക്കി ഹീറോ എന്ന് അറിയാതെ അങ്ങ് പറഞ്ഞു പോയി. അങ്ങനെ അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീർന്നതും 3 പേരും കൂടി ഒരു കാറിലായിട്ട് ആ സ്ഥലം വിട്ട് അവിടുന്ന് പോവുകയാണ്. കാറിലിരിക്കുമ്പോഴും സുസുക്കിയുടെ നോട്ടം അവന്റെ കയ്യിലേക്കായിരുന്നു. നിറയെ സോംബികളുടെ രക്തമാണേ. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത താനാണ് ഇത്രയും ആൾക്കാരെ കൊന്നൊടുക്കിയത്. അവന് പോലും അത് വിശ്വസിക്കാൻ വയ്യ. ഹിരോമിയുടെ കാര്യമാണെങ്കിൽ അവൾ ഇപ്പോൾ പഴയതിനേക്കാൾ കുറച്ചുകൂടി സംസാരിക്കുന്നുണ്ട്. ചിലപ്പോ അവളിലൂടെ ആയിരിക്കാം ഈ വൈറസിനുള്ള പ്രതിവിധി കണ്ടുപിടിക്കാൻ പോകുന്നത്. അങ്ങനെ ആ ഒരു സീന് കാണിച്ചുകൊണ്ട് ഈ മൂവിയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുവരെ നന്ദി.